Maths class again. The next question is, in a group of 65 people, 40 like cricket, 10 like both cricket and tennis. How many like tennis? How many like tennis only and not cricket? Group of 65 people. Each pupil like at least one of two game. ഇത് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിക്കറ്റും ടെന്നീസുമാണ് നമ്മൾ നമ്പർ ഓഫ് സി യൂണിയൻ ടി ഇസ് ഈക്വൽ ടു 65. ഗ്രൂപ്പിലെ എല്ലാവരും ഏതെങ്കിലും ഒരു ഗെയിമെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്പർ ഓഫ് സി യൂണിയൻ ടി ഇസ് ഈക്വൽ ടു 65. 40 ലൈക്ക് ക്രിക്കറ്റ്, therefore number of C cricket is equal to 40. 10 like both cricket and tennis. ഞാൻ നേരത്തെ നോട്ടിൽ എഴുതി തന്നു. Cricket and tennis, both and is intersection. Number of C intersection T will be equal to 10. How many like tennis? Number of T. Then the connecting equation is number of C union T is equal to number of C plus number of T minus number of C intersection T. What is number of C union T? 65. What is number of C? 40 plus number of T minus number of C intersection C is 10. 40 minus 10, 30. ആ 30 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ 65 minus 30 is equal to number of T. Number of T is 35. How many like tennis? 35. Then our next question is, clear alle first? Then our next question is, how many like tennis only but not cricket? What is A? A but not B is A minus B, right? Then how many like tennis only? ടെന്നീസിലുണ്ട്, ക്രിക്കറ്റിലില്ല. That is number of T minus C. ടെന്നീസിലുണ്ട്, ക്രിക്കറ്റിലില്ല. നമ്പർ ഓഫ് ടി മൈനസ് സി. ഈ 35 എന്ന് പറഞ്ഞാൽ ടെന്നീസിലുമുണ്ട്, ക്രിക്കറ്റിലും. ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരാണ് 35. അതിൽ കുറച്ച് പേര് ക്രിക്കറ്റും ഇഷ്ടപ്പെടാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നത്. ഇത് ടെന്നീസ് ഓൺലി, ക്രിക്കറ്റിൽ ഇല്ലാത്തവര്. ഞാനൊരു കണക്റ്റിംഗ് ഇക്വേഷൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമ്പർ ഓഫ് എ മൈനസ് ബി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷൻസിന്റെ സെക്ഷനിൽ എഴുതിയിരുന്നു. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടി മൈനസ് സി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. നമ്പർ ഓഫ് ടി എത്രയാണ്? 35 ആണ്. അപ്പൊ 35 മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി എത്രയാണ്? സി ഇന്റർസെക്ഷൻ ടി തന്നെയാണ് ടി ഇന്റർസെക്ഷൻ സി. അത് എത്രയാ? 10 is equal to 25. Tennis only but not cricket 25.
ഇതൊരു വെൻ ഡയഗ്രത്തിലൂടെ നമുക്ക് കാണിക്കാം. എങ്ങനെയാണ്? ഇവിടെ രണ്ട് സെറ്റാണ്. ഏതൊക്കെ? ടെന്നീസും ക്രിക്കറ്റും. ഇതിൽ ക്രിക്കറ്റ്, ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ് എത്രയാണ്? 10 ആണ്. ഇനി ക്രിക്കറ്റിന്റെ സെറ്റിൽ എത്രയുണ്ട്? 40. 40ൽ 30 ഇവിടെ എഴുതി കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ സെറ്റിൽ 40. അപ്പൊ ക്രിക്കറ്റിന്റെ സെറ്റിൽ 40 ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ആ 40ൽ 10 ടെന്നീസും കൂടെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ആ 10 ക്രിക്കറ്റിന്റെ സെറ്റിലും വരും, ടെന്നീസിന്റെ സെറ്റിലും വരും. ടെന്നീസിന്റെ സെറ്റിൽ 35 ആണ്. ആ 35ൽ 10 നമ്മൾ ഇവിടെ എഴുതി, ബാക്കി ഇവിടെ 25. അപ്പൊ ടെന്നീസിൽ 35 ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആ 35ല് മനസ്സിലാക്കണേ 10 ക്രിക്കറ്റും കൂടി ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ആ 10 ക്രിക്കറ്റിലും വരും, ടെന്നീസിലും വരും. ഇനി ടെന്നീസ് ഓൺലി ബട്ട് നോട്ട് ക്രിക്കറ്റ് ആണ് ഈ 25, T-C 25. ആ 25 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി യൂണിയൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ആണ്. അത് ടെന്നീസ് മാത്രമുള്ളവരുണ്ടാവാം, ക്രിക്കറ്റ് മാത്രമുള്ളവരുണ്ടാവാം, ടെന്നീസും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. അതായത് 30 + 25 55 + 10 65. അതാണ് അതിന്റെ യൂണിയൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മേക്ക് എ നോട്ട്. Okay, this is our next question. In a survey of 60 people, 60 pupilsന്റെ ഇടയിൽ നമ്മൾ ഒരു സർവേ നടത്തി. It was found that 25 people read newspaper H. H എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ 25 pupils ആണ് വായിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം number of H is equal to 25. 26 read ന്യൂസ് പേപ്പർ T. T എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്നത് 26 ആണ്. 26 and 26 read ന്യൂസ് പേപ്പർ T. സോറി I. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് I is equal to 26. 9 read both H and I. Both H and I. Both എന്ന് പറയുന്നത് എന്താണ്? ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ നമ്പർ ഓഫ് H intersection I is equal to 9. 11 read both H and T. അപ്പൊ നമ്പർ ഓഫ് H intersection T is equal to 11. 8 read both T and I. അപ്പൊ നമ്പർ ഓഫ് T intersection I is equal to 8. 3 read all 3 newspapers. 3 read all 3 newspapers. അതായത് H, T, I ഈ 3 ന്യൂസ് പേപ്പറും വായിക്കുന്നവര് 3 pupil. അപ്പൊ അത് നമ്പർ ഓഫ് H intersection T intersection I is equal to 3. Number of H intersection T intersection I. അതായത് ആ 3 pupil ഏതിന്റെയൊക്കെ സെറ്റിൽ ഉണ്ടാവും? എച്ചിന്റെ സെറ്റിലും ഉണ്ടാവും, ടിന്റെ സെറ്റിലും ഉണ്ടാവും, ഐന്റെ സെറ്റിലും ഉണ്ടാവും. 3ഉം വായിക്കുന്നവർ. നമ്പർ ഓഫ് H intersection T intersection I is equal to 3. Then these are our questions. Who read at least one of the 3 newspapers? Exactly 1 newspaper, exactly 2 newspaper, newspaper H only, at least 2 newspapers, none of the newspapers, at most 2 newspapers. ഇതൊക്കെ നമുക്ക് കാണാം.
ഇത് ഇക്വേഷൻസ് വെച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും ഇക്വേഷൻ എന്താണ് അറ്റ്ലീസ്റ്റ്, എന്താണ് എക്സാക്ട്ലി വണ്ണ് എന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്കിതൊരു വെൻ ഡയഗ്രത്തിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് വെൻ ഡയഗ്രം വരച്ച് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ആ വെൻ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, ലുക്ക് ഹിയർ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറയുന്നത്. ഓക്കെ, നോക്കൂ, ശ്രദ്ധിച്ചിരിക്കണം പറയുന്നത്. ഇവിടെ 3 ന്യൂസ് പേപ്പറാണ് HTI. ഓക്കെ, സർവേ നടത്തിയത് 60 പീപ്പിൾ. അതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് H ഇന്റർസെക്ഷൻ T ഇന്റർസെക്ഷൻ I 3 ആണ്. ആ 3 പീപ്പിൾ Hയിലും ഉണ്ടാവും, Tയിലും ഉണ്ടാവും, Iയിലും ഉണ്ടാവും. അതായത് 3ന്റെയും കൂടെ ഇന്റർസെക്ഷൻ, 3ന്റെയും ഇന്റർസെക്ഷൻ ഇവിടെ 3 എഴുതും. അപ്പൊ Hന്റെ സെറ്റിലായി, Tന്റെ സെറ്റിലായി, Iന്റെ സെറ്റിലായി. ഓക്കെ ആണ്. ശരിക്കും ശ്രദ്ധിക്കണേ. തൊട്ട് മുകളിലേക്ക് T ഇന്റർസെക്ഷൻ I 8 ആണ്. നോക്കൂ, ഇത് Tയിലും Iയിലുമാണ് ഉണ്ടാവുക, ഏതിലുണ്ടാവില്ല? Hയിൽ വരൂല. അപ്പൊ T ഇന്റർസെക്ഷൻ I, ഇതാണ് T ഇന്റർസെക്ഷൻ I. T ഇന്റർസെക്ഷൻ I Tയിലും Iയിലും അത് 8 ആണ് വരുന്നത്. ആ 8ല് 3 ഇവിടെ വന്നു, റിമൈനിങ് 5. നോക്കൂ, T ഇന്റർസെക്ഷൻ I 8 ആയി. Tയിലും Iയിലും കൂടി 8 ആണ് വരേണ്ടത്. ഇത്രയും സ്പേസിൽ 8 ആണ് വരേണ്ടത്. ആ 8ല് 3H കൂടി വായിക്കുന്നവരാണ്. അപ്പൊ അവിടെ 3 വന്നു കഴിഞ്ഞു. ദെൻ റിമൈനിങ് 5. 3 + 5 8. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. H ഇന്റർസെക്ഷൻ T 11 ആണ്. Hയിലും Tയിലും കൂടെ 11 വരണം. ഇതാണ് H ഇന്റർസെക്ഷൻ T. ആ 11ല് 3 Iയും കൂടെ വായിക്കുന്നവരാണ്. റിമൈനിങ് 8. 8 + 3 11. ക്ലിയർ ആണല്ലോ. H ഇന്റർസെക്ഷൻ I 9 ആണ്. H ഇന്റർസെക്ഷൻ I എന്ന് പറയുന്നത് ഇത് H, ഇത് I, ഇതാണ് H ഇന്റർസെക്ഷൻ I. അത് 9 ആണ്. ആ 9ല് 3 ഇവിടെ വന്നു, റിമൈനിങ് 6. 6 + 3 9. ഓക്കെ, ദെൻ I എന്ന് പറയുന്ന സെറ്റില് ടോട്ടൽ 26 ആണ്. ഇത് Iയില് 26 ആണ്. 26ൽ Iയിൽ ഇപ്പൊ ഓൾറെഡി എത്ര വന്നു കഴിഞ്ഞു? 5 + 3 8, 8 + 6 14, 14 റിമൈനിങ് 12. 14 + 12 26. ഇനി നേരെ Tയിലേക്ക് പോവുക. Tയിൽ 26 ആണ് വരേണ്ടത്. T എന്ന് പറയുന്ന സെറ്റിൽ ഇപ്പൊ ഓൾറെഡി എത്ര വന്നു കഴിഞ്ഞു? 8 + 3 11, 11 + 5 16, റിമൈനിങ് 10. അപ്പൊ Tയിൽ 26 ഫോം ആയി. ഇനി Hൽ 25 ആണ് വരേണ്ടത്. ശ്രദ്ധിക്കണേ, 25 ആണ് വരേണ്ടത്. ആ 25ല് 8 + 3 11, 11 + 6 17, റിമൈനിങ് 8. അപ്പൊ എല്ലാം ഡാറ്റ വെച്ചിട്ട് നമ്മൾ ആ വെൻ ഡയഗ്രം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ. ഞാൻ സൊല്യൂഷൻ എഴുതാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ. നിങ്ങൾ ശ്രദ്ധിക്കണേ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ന്യൂസ് പേപ്പർ. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ
എല്ലാത്തിന്റെയും യൂണിയനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച്, ഈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ എച്ച് മാത്രം വായിക്കുന്നവരുണ്ടാവാം, ടി വായിക്കുന്നവരുണ്ടാവാം, ഐ മാത്രം വായിക്കുന്നവരുണ്ടാവാം. പിന്നെ 2 ന്യൂസ് പേപ്പർ വെച്ച് വായിക്കുന്നവരും ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പൊ 2 ന്യൂസ് പേപ്പർ വെച്ച് വായിക്കുന്നവരുണ്ടാവും. ഏതൊക്കെ? എച്ചും ടിയും വായിക്കുന്നവരുണ്ടാവും, ടിയും ഐയും വായിക്കുന്നവരുണ്ടാവും, എച്ചും ഐയും വായിക്കുന്നവരുണ്ടാവും. അതാണ് 2 ന്യൂസ് പേപ്പർ വെച്ച് വായിക്കുന്നവര്. പിന്നെ 3 കൂടെ വായിക്കുന്നവരുണ്ടാവാം. അത് എത്രയാണ്? 3 ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. അതായത് എല്ലാത്തിന്റെയും കൂടെ യൂണിയൻ. ഇതിൽ എച്ച് മാത്രം വായിക്കുന്നവര് 8, ടി മാത്രം വായിക്കുന്നവര് 10, ഐ മാത്രം വായിക്കുന്നവര് 12. അപ്പൊ അറ്റ്ലീസ്റ്റ് 1ൽ ഇത് 3 ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്ന ആളുകളാണ്. ഇനി 2 ന്യൂസ് പേപ്പർ വെച്ച് വായിക്കുന്നവര്, എച്ചും ടിയും മാത്രം വായിക്കുന്നവര് 8, ടിയും ഐയും മാത്രം വായിക്കുന്നവര് 5, ഐയും എച്ചും മാത്രം വായിക്കുന്നവര് 6. ഇത് 3ഉം 2 ന്യൂസ് പേപ്പർ വീതം വായിക്കുന്നവരാണ്. പിന്നെ ഒരു 3യും കൂടെ. ഈ 3 എന്ന് പറയുന്നത് 3 ന്യൂസ് പേപ്പറും വായിക്കുന്നവരാണ്. എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിക്കോളൂ. 18, 30, 38, 43 പ്ലസ് 6, 49 പ്ലസ് 3 പ്ലസ് 3 52. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 52 ആണ് നമ്മളുടെ ഫസ്റ്റ് ആൻസർ. യൂണിയൻ. 1 മാത്രം വായിക്കുന്നവര്, 2 വായിക്കുന്നവര്, 3. അതാണ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിലും വായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ 1 ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടാവാം, 2 ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടാവാം, 3 ന്യൂസ് പേപ്പർ വായിക്കുന്നവരും ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് യൂണിയൻ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Find the number of people who read exactly one newspaper. ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ. അത് എച്ച് മാത്രമാവാം, ടി മാത്രമാവാം, ഐ മാത്രവുമാവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എച്ച് മാത്രം വായിക്കുന്നവർ 8 പ്ലസ് ടി മാത്രം വായിക്കുന്നവർ 10 പ്ലസ് ഐ മാത്രം വായിക്കുന്നത് 12, 30. എക്സാക്ട്ലി 1. ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ റീഡ് എക്സാക്ട്ലി 2 ന്യൂസ് പേപ്പേഴ്സ്. 2 ന്യൂസ് പേപ്പർ വായിക്കുന്നവർ. കൃത്യമായും 2 ന്യൂസ് പേപ്പർ. എക്സാക്ട്ലി. അങ്ങനെയാണെങ്കിൽ എച്ചും ടിയും വായിക്കുന്നവർ 8, എച്ചും ടിയും വായിക്കുന്നവര് 8, ടിയും ഐയും വായിക്കുന്നവര് 5. നിങ്ങൾ കൃത്യമായി നോക്കണേ. ടിയും ഐയും വായിക്കുന്നവര് 5, എച്ചും ഐയും വായിക്കുന്നവര് 6. എന്ന് പറഞ്ഞാൽ 13 പ്ലസ് 6 19. കൃത്യമായും 2 ന്യൂസ് പേപ്പർ വായിക്കുന്നവര് 19. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണേ. ഫോർത്ത് ക്വസ്റ്റ്യൻ. ന്യൂസ് പേപ്പർ എച്ച് ഓൺലി. നോക്കൂ, എച്ച് മാത്രം വായിക്കുന്നവര് എത്രയാണ്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ, 8. ന്യൂസ് പേപ്പർ ടി ഓൺലി എന്ന് ചോദിച്ചാൽ 10. ന്യൂസ് പേപ്പർ ഐ ഓൺലി എന്ന് ചോദിച്ചാൽ 12. അത് നമ്മളോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എഴുതുന്നില്ല. അറ്റ്ലീസ്റ്റ് 2 ന്യൂസ് പേപ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടേക്ക് എഴുതുന്നുണ്ട് ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 2 ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ന്യൂസ് പേപ്പർ. ഇവിടെ ആകെ 3 ന്യൂസ് പേപ്പർ ആണല്ലോ ഉള്ളത്. അറ്റ്ലീസ്റ്റ് 2 ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം?
2 ന്യൂസ് പേപ്പർ വായിക്കുന്നവരും ഉണ്ടാവാം, 3 ന്യൂസ് പേപ്പർ വായിക്കുന്നവരും ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 1 ന്യൂസ് പേപ്പർ വായിക്കുന്നവരെ എടുക്കരുത്. 2 ന്യൂസ് പേപ്പർ വായിക്കുന്നവരും ഉണ്ടാവാം, 3 ന്യൂസ് പേപ്പർ വായിക്കുന്നവരും ഉണ്ടാവാം. 2 ന്യൂസ് പേപ്പർ വായിക്കാൻ പറഞ്ഞാൽ ഇതാ എച്ചും ടിയും 8 പ്ലസ് ടിയും ഐയും 12 പ്ലസ് എച്ചും ഐയും 6. ഇത് എത്ര ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണ്? അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 ന്യൂസ് പേപ്പർ വായിക്കുന്നവര് പ്ലസ് 3 ന്യൂസ് പേപ്പർ വായിക്കുന്ന 3 ആളുകൾ. ഏതാണ്? 3. 3ന്റെ ഇന്റർസെക്ഷൻ. ഓക്കെ, ഇത് എത്രയാണ്? 12 പ്ലസ് 8 20, 26, 26 പ്ലസ് 3 29. 29 അറ്റ്ലീസ്റ്റ് 2. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നൺ ഓഫ് ദ ന്യൂസ് പേപ്പർ, 6ാമത്തെ ക്വസ്റ്റ്യൻ. നൺ ഓഫ് ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറും വായിക്കാത്ത എത്ര ആളുകളുണ്ട്? ആ സർവേയിൽ എത്ര ആളുകളാണ് ടോട്ടൽ? 60 ആണ്. മനസ്സിലാക്കണേ, 60 ആണ്. ആ 60യില് ഈ 52 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എങ്കിലും വായിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും വായിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മൈനസ് 52 8. 60 മൈനസ് 52. എവിടുന്ന 52? ഈ 52 എന്ന് പറഞ്ഞാൽ യൂണിയനാണ്. ആ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കും. ഈ 52 ആളുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നെങ്കിലും വായിക്കും. അപ്പൊ ഒന്നും വായിക്കാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ 60 ആ 52 മൈനസ് ചെയ്തു 8. 7ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യൻ? അറ്റ് മോസ്റ്റ് 2 ന്യൂസ് പേപ്പർ. അതായത് അവർ വായിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് 2 ആയിരിക്കണം. മാക്സിമം നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് 2 ആയിരിക്കണം. അപ്പൊ അതിൽ ഏതൊക്കെ കേസ് വരാം? ഒരു ന്യൂസ് പേപ്പറും വായിക്കാത്ത ആളുകൾ വരും, 1 മാത്രം വായിക്കുന്ന ആളുകൾ വരും, 2 വായിക്കുന്ന ആളുകളും വരും. ഏത് മാത്രം ഒഴിവാക്കിയാൽ മതി? 3 ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളുടെ എണ്ണം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അറ്റ് മോസ്റ്റ് 2. മനസ്സിലാവുന്നുണ്ടല്ലോ? അറ്റ് മോസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കേസ് വരും? ഒരു ന്യൂസ് പേപ്പറും 8. ഒരു ന്യൂസ് പേപ്പറും വായിക്കാത്ത ആളുകൾ, അത് 8. 1 മാത്രം വായിക്കുന്ന ആളുകൾ, 1 മാത്രം വായിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എച്ച് മാത്രമാണെങ്കിൽ 8, ടി മാത്രമാണെങ്കിൽ 10, ഐ മാത്രമാണെങ്കിൽ 12. ഇത് ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകൾ. ഇതൊന്നും വായിക്കാത്ത ആളുകൾ, അതായത് 0 ന്യൂസ് പേപ്പർ, ഒരു ന്യൂസ് പേപ്പറും വായിക്കാത്ത ആളുകൾ. അറ്റ് മോസ്റ്റ് 2 ആണ്. അപ്പൊ 2 വായിക്കുന്ന ആളുകൾ ഏതൊക്കെയാണ്? 2 വായിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എച്ചും ടിയും 8 പ്ലസ് ടിയും ഐയും 5 പ്ലസ് ഐയും എച്ചും 6. ഐയും എച്ചും 6. ഏത് മാത്രം ഒഴിവാക്കുക? ഈ 3 വായിക്കുന്നവരെ മാത്രം എടുക്കണ്ട. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 57 വരും. 57 വരും. ടോട്ടലിന്ന് ആ 3 ന്യൂസ് പേപ്പർ വായിക്കുന്ന 3 ആളുകളെ എന്നിട്ട് ഒഴിവാക്കിയാൽ മതി. അതാണ് അറ്റ് മോസ്റ്റ് 2. അപ്പൊ ഈ എല്ലാ കേസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളിത് 1, 2, 3 തവണ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. Okay, any doubt you can ask me through WhatsApp. Okay, make a note. Okay, in a group of 70 people, 35 like coffee, 52 like tea, and each person like at least 1 of 2 drinks. How many people like both coffee and tea?
ഇതാണ് ക്വസ്റ്റ്യൻ. In a group of 70 people, 37 like coffee. Number of C is equal to 37. 52 like tea. Number of T is equal to 52. Each person like at least one of two drinks എന്ന് പറഞ്ഞാൽ ഈ 70-ല് ഒന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. അതായത് നമ്പർ ഓഫ് സി യൂണിയൻ ടി വിൽ ബി ഈക്വൽ ടു 70. എല്ലാവരും ഏതെങ്കിലും ഒരു ഡ്രിങ്ക് എങ്കിലും ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ ടീ മാത്രമാവാം, കോഫി മാത്രമാവാം, രണ്ടും കൂടി ഉള്ളവരും ഉണ്ടാവാം. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ബോത്ത് കോഫി ആൻഡ് ടീ? നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇത് നമുക്ക് കണക്റ്റിംഗ് ഇക്വേഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനേ ഉള്ളൂ. നമ്പർ ഓഫ് സി യൂണിയൻ ടി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സി പ്ലസ് നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. സി യൂണിയൻ ടി എത്രയാണ് മക്കളെ? 70 ഇസ് ഈക്വൽ ടു 37 plus 52 minus number of C intersection T. That is, number of C intersection T is equal to 89 minus 70. Our answer is 90. രണ്ടും ഇഷ്ടപ്പെടുന്നവരായിട്ട് 19 മെമ്പേഴ്സ് ആണ്. Okay. The first chapter, sex is over. I am not included in the entrance point to this chapter. ഇതിലേക്ക് എൻട്രൻസ് പോയിന്റുകൾ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആകെ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതിൽ ആ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിസ്ലീനിയസ് എക്സസൈസ്, മിസ്ലീനിയസ് എക്സാമ്പിളിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എക്സസൈസ് ത്രൂ പോയത്. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ. കൂടുതലായിട്ട് നമുക്ക് എൻട്രൻസ് ക്ലാസ്സുകളിൽ സെക്സിലുള്ള എൻട്രൻസ് റിസൾട്ടുകളിലേക്കും ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ബോർഡ് എക്സാം ഫസ്റ്റ് ഇയർ +1 എക്സാമിന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്സിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൃത്യതയോട് കൂടിയിട്ട് ഇത് കണ്ട് നോട്ട്സ് എഴുതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് അന്നേരം ചോദിക്കണം. ത്രൂ വാട്സപ്പ് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ. നൗ വി ആർ ഗോയിങ് ടു മൂവ് ദ ഫിഫ്ത്ത് ചാപ്റ്റർ, ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓൺ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ്. Okay, thank you for watching.